ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിയാൽന റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പോക്കുവരവിനെ പറ്റിയും RORനെ പറ്റിയും വിശദീകരിച്ച് സംസാരിച്ചിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ വിശദീകരിക്കാൻ പോകുന്നത് ഡേറ്റാ ബാങ്കിനെ പറ്റിയും അതോടൊപ്പം തന്നെ തണ്ടപ്പേര് നമ്പർ, പട്ടയം എന്നീ വിഷയങ്ങളെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഡേറ്റാ ബാങ്ക് എന്താണെന്ന് നോക്കാം. കേരളത്തിൽ നെൽവയൽ, തണ്ണീർത്തടം എന്നീ കാറ്റഗറിയിൽ പെടുന്ന സ്ഥലങ്ങളുടെ വിവരങ്ങൾ അടങ്ങിയ രേഖ സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അതിനെയാണ് നമ്മൾ ഡേറ്റാ ബാങ്ക് എന്ന് പറയുന്നത്. ഈ ഡേറ്റാ ബാങ്ക് നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 12-നാണ്. അതിനു മുൻപ്, അതായത് ഇത് നിലവിൽ വരുന്നതിന് മുൻപ് വില്ലേജ് ഓഫീസർ, കൃഷി ഓഫീസർ, തദ്ദേശ സ്വയംഭര സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി, അതോടൊപ്പം തന്നെ മറ്റു പ്രാദേശിക നിരീക്ഷണ സമിതികളുടെ നേതൃത്വത്തിൽ അന്ന് അവരുടെ നിരീക്ഷണത്തിൽപ്പെട്ട നെൽവയലോ തണ്ണീർത്തടമോ ആയി കിടന്നിരുന്ന സ്ഥലങ്ങളുടെ ഒരു ഡേറ്റ ഉണ്ടാക്കി. ആ ഡേറ്റ എന്ന് പറയുന്നത് അവരുടെ സർവേ നമ്പർ, അതുപോലെ തന്നെ വിസ്തീർണം, ഇതൊക്കെയാണ് ആ സ്ഥലത്തിൻ്റെ ഡേറ്റയായിട്ട് അവർ രേഖപ്പെടുത്തിയിരുന്നത്. അതാണ് പിന്നീട് ഡേറ്റാ ബാങ്കായിട്ട് മാറിയത്. അപ്പോൾ നിങ്ങളുടെ സ്ഥലം, അതായത് നമ്മളുടെ കൈവശമുള്ള സ്ഥലം ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഡേറ്റാ ബാങ്കിൽ ഉണ്ടെങ്കിൽ അവിടെ ബിൽഡിംഗ് പെർമിറ്റ് കിട്ടുമോ എന്നുള്ള കാര്യം നമ്മൾ വിശദമായി പരിശോധിക്കേണ്ട ഒന്നാണ്. ഇനി നമ്മുടെ സ്ഥലം ഡേറ്റാ ബാങ്കിൽ പെട്ടിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് വില്ലേജ് ഓഫീസറെയോ അല്ലെങ്കിൽ കൃഷി ഓഫീസറെയോ സമീപിച്ചാൽ മതി. അവിടെ ചെന്ന് നമ്മുടെ സർവേ നമ്പർ പറയുമ്പോൾ ഈ ഡേറ്റാ ബാങ്കിൻ്റെ ഒരു പകർപ്പ് നമുക്ക് കിട്ടും. അടുത്തതായി പറയാൻ പോകുന്നത് പട്ടയം എന്താണെന്നാണ്. ഇപ്പോൾ നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്നാണ് ഭൂമി വാങ്ങുന്നതെങ്കിൽ നമ്മൾ ആധാരം എഴുതിക്കും. അതുപോലെ നമുക്ക് ഭൂമി തരുന്നത് സർക്കാരാണെങ്കിൽ ആ സർക്കാർ തരുന്ന ആ ഒരു പേപ്പറിന് അല്ലെങ്കിൽ ആ ഒരു രേഖയാണ് നമ്മൾ പട്ടയം എന്ന് പറയുന്നത്. ഇനി അടുത്തതായി തണ്ടപ്പേര് നമ്പർ എന്താണെന്ന് നോക്കാം. നമ്മളൊരു സ്ഥലം വാങ്ങി അതിൻ്റെ ആധാരം കഴിഞ്ഞ് നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയി പോക്കുവരവും ചെയ്ത് നമ്മുടെ പേരിൽ നികുതി അടച്ചതിന് ശേഷം നമുക്ക് ലഭിക്കുന്ന ഒരു നമ്പറാണ് തണ്ടപ്പേര് നമ്പർ. ഈ തണ്ടപ്പേര് നമ്പറിൽ നമ്മൾ വാങ്ങിയ സ്ഥലത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും അടങ്ങിയിട്ടുണ്ട്. നമുക്കിനി വില്ലേജിൽ പോയി മറ്റൊരു ആവശ്യത്തിന്, നമ്മുടെ സ്ഥലത്തിനെ സംബന്ധിച്ച് ഒരു ആവശ്യത്തിന് നമ്മൾ വില്ലേജിൽ പോകുമ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെ സർവേ നമ്പറോ അഡ്രസ്സോ പറയുന്നതിന് പകരം തണ്ടപ്പേര് നമ്പർ പറയുകയാണെങ്കിൽ നമ്മുടെ സ്ഥലത്തിൻ്റെ രേഖകൾ അവർക്ക് ട്രാക്ക് ചെയ്യുവാനും വളരെ എളുപ്പത്തിൽ നമ്മൾ പോയ കാര്യം സാധിക്കുവാനും നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇപ്പോൾ ഒരു വില്ലേജിൽ നിന്ന്, ഒരു ലൊക്കേഷനിൽ നിന്ന് നമ്മൾക്ക് ഒരു തണ്ടപ്പേര് നമ്പർ കിട്ടി, നമുക്കൊരു സ്ഥലം ഉണ്ട് അവിടെ. നമ്മളിനി വീണ്ടും അടുത്ത സ്ഥലം വാങ്ങാൻ പോകുമ്പോൾ നമുക്ക് ലഭിച്ച ആ തണ്ടപ്പേര് നമ്പറിൽ തന്നെ ഇനി വാങ്ങാൻ പോകുന്ന സ്ഥലത്തിൻ്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ഞാൻ പറഞ്ഞ വീഡിയോയുടെ വിശദാംശങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.